കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എല്ലാവരും പറയണ്ടായി പനമ്പള്ളികളിൽ ഷിഫൂസിൽ റാമൻ എത്തിയെന്ന്. ഞങ്ങളപ്പോൾ അത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞങ്ങളും എത്തി. കൊറിയൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞാണ് കേട്ടത്. അപ്പോൾ അതാ ഹേന റാമനെയും കൊണ്ടൊരു വരവുണ്ടോ. അപ്പൊ ഗൈസ് രാമനെ തേടിയുള്ള മൂന്നാമത്തെ വരവാണിത്. ആദ്യത്തെ വരവിന് അത് ഉണ്ടായിരുന്നില്ല, തീർന്നു. രണ്ടാമത്തെ വരവ് വന്നപ്പോ ഞാൻ വെച്ച് ഉടക്കിരിക്കണായിരുന്നു. അപ്പൊ മൂന്നാമത്തെ വരവിൽ നമുക്ക് അങ്ങനെ കിട്ടി. അങ്ങനെ രാമനെ കിട്ടി. അച്ചൂടെ തിരുനാളത്തെ കാത്തിരിപ്പിന് ശേഷം കൊറേ നാള് വന്നു, പക്ഷെ തീർന്നു വേഗം വേഗം. ട്രൈ ചെയ്ത് നോക്കൂ. അച്ഛ രാമന്റെ ആള്. എന്ത് പേരെന്താ? ഞാൻ തന്നെ തോറ്റു. ഇത് നല്ല ചുവന്നിരിക്കുമല്ലോ. അതെനിക്ക് ഒരു സ്പൈസി. ഇതില് ഒരു കളറില്ല. അത് മിക്സ് ചെയ്യണോടി. സത്യസന്ധമായിട്ട് ഉത്തരം പറയാം. ബോയിൽഡ് എഗ്സ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. കൊറിയൻ ഫുഡാണ്. രാമൻ. സ്ട്രീറ്റ് ഫുഡ്. അതെ, രാമൻ. അച്ചു വയ്ക്കണോക്ക് അത് വയ്ക്കണോക്ക് അത് നല്ല ആസ്വദിച്ച് സ്റ്റൈലിൽ കഴിക്കാച്ചു. ചൂടുണ്ട്. കോണ്, സ്പ്രിംഗ് ഒണിയൻസ്, പിന്നെ ചിക്കൻ ഇല്ലേ? ചിക്കൻ, മുട്ട, പുഴുങ്ങിയ മുട്ട. അത് ഞാൻ ഈ സ്ഥലത്തിരിക്കും അല്ലെങ്കിൽ മൊമോസിന്റെ അത്ര ഇല്ല. അതെ, എന്നാലും അത് നമ്മൾ ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മൊമോസ് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ് അല്ലേ? മുട്ട വേണോ? മുട്ട ആയിക്കോളും. മഞ്ഞ പിടിച്ചേ എനിക്ക് വേണ്ട. ഇഷ്ടായില്ലേ? നമ്മളിങ്ങനെ പല ടേസ്റ്റ് ബഡ്സ് ഇതാക്കണം. ആ സൂപ്പ്. അതിന്റെ അകത്ത് നൂഡിൽസ് ഉണ്ട്. പക്ഷെ വെള്ള കഴിക്കൂല. വേണ്ട, സൂപ്പുണ്ട്. സൂപ്പ് അത് തന്നെ, അത്രേ ഉള്ളൂ. ശരിക്കും സൂപ്പ് പോലെ തന്നെ. രാമൻ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്താണ് ആസ്വദിച്ച് കഴിക്കാൻ പഠിക്കണം. ഏത് ഇപ്പൊ പറഞ്ഞു ഇതിന് ഇത്ര ടേസ്റ്റ് ആണെങ്കിലെന്ന്. അപ്പൊ ഇഷ്ടമായി. അപ്പൊ ഒറിജിനല് കഴിക്കണം. നമുക്ക് ഇനി പോയിട്ട് ഒറിജിനല് കഴിക്കാം. നല്ല കുട്ടിയായിട്ട് ഇവിടെ മോമോസ്. നെക്സ്റ്റ് ഐറ്റം ഹേന അമ്മയും കഴിച്ചില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മള് സാധാ എപ്പോഴും കഴിക്കണല്ലേ. അയ്യോ എന്താണ് മറിച്ച? എന്താണ് എത്ര മാസമായി? 2 മാസമായിട്ടുള്ള. രാത്രിയൊക്കെ ഇങ്ങനെ ഉറക്കമൊക്കെ ഇങ്ങനെ. ഇത് മിനി സംഭവം. ചീത്ത വിളിക്കുമ്പോ കുറയ്ക്കും. ചീത്ത വിളിക്കുന്ന ഇഷ്ടമല്ല. കയ്യൊക്കെ പൊങ്ങിയാ തീർന്നു. വീട്ടിലുണ്ട്. അപ്പൊ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഇവിടെ പോയത് തേനി കമ്പം അവിടെ പോയി. അപ്പൊ ഞങ്ങളോട് പറയാതെ എത്തിയിട്ടില്ലെന്ന് രാത്രി എത്തുള്ളൂ. ഇപ്പൊ അവിടെ ആള് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ സർപ്രൈസ് വന്നപ്പോ നമ്മള് വീട്ടിലില്ല. ഭയങ്കര മൂടോട്ടൊക്കെ വീട്ടിൽ പോവാം നമുക്ക്. കൊണ്ടിട്ടില്ല. ഈ കാലിട്ട് 2 കാലിട്ട് ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് ആണ്. എന്നിട്ട് സംഗതി
നടക്കാൻ പറഞ്ഞു. നടന്നപ്പോഴത്തേക്കും കുഴപ്പമില്ലട്ടാ. മരവിപ്പൊക്കെ കുറഞ്ഞ്. മലയാളീസ് മാത്രം തന്നെയല്ലോ അവിടെ. എന്തോരം പേരാ വന്നത്. എവിടെ കാണിച്ച വീഡിയോ ഉണ്ടാ റേറ്റും ട്രീറ്റ്മെന്റ് ആണല്ലോ. ഓലൊക്കെ ഇത് കുത്തി ഒലക്കിടെ ഞാൻ ചെയ്താനല്ല. ഒലക്കി ഇവിടെ ഉണ്ടായിരുന്നല്ല. കുത്തി ഈ കാലി പിടിച്ച് കുത്താണ്. ഒരു ചക്ക സംഗതി കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കണ്ട. രക്ഷയില്ല. പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ പിടിച്ചിട്ടിരിക്കണം. അനക്കാൻ ഇവന് പറ്റില്ല. പക്ഷെ നിവർത്തല്ല. കൈ ലൂസ് ചെയ്തില്ലേ പണി തലകറക്കം വന്നു ഞാന്. അപ്പൊ പിന്നെ എന്താ വെച്ചാല് അവര് എണ്ണ വെച്ച് കെട്ടും. ഒരു എണ്ണയൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ കെട്ടി വെക്കുക. എന്ന് വെച്ചാൽ അത് ലൂസാകാൻ വേണ്ടിട്ട്. ഇപ്പൊ എണ്ണ നമുക്ക് തന്നു കിട്ടുന്നുണ്ട്. ആ എണ്ണ നമ്മള് 1 മാസം നമ്മൾ തേക്കണം. അത്രേ ഉള്ളൂ. ഇത് നമ്മളുടെ കുമ്പത്ത് സംഗതി സൗത്ത് പോലീസ് സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷന്റെ അവിടെ നിന്ന് റൈറ്റിലുള്ള വഴി. അല്ല ഒരു തവണ പോയപ്പോ സ്ഥലം കണ്ടുപിടിച്ച് പഠിച്ചാ ഇത്ര നേരം വെയിറ്റ് ഇട്ടേന്ന് ഒരാള് എന്റെ മോളെ നീ പോ നീ പോ. വേണ്ട വേണ്ട പോ നീ. വേണ്ട പോയിക്കോ നീ. നീ വേണ്ട നീ പോയിക്കോ. നിന്നെ വിളിച്ചു പോകുന്നില്ല. നീ പോയിക്കോ പോയിക്കോ പോയിക്കോ. വേണ്ട വേണ്ട നീ വരണ്ട വരണം പോയിക്കോ. നിന്നെ വലിച്ചു മാറ്റണം. ഐഷപ്പൂന്റെ നിന്നെ ശരിയാക്കോടി ഞാൻ. വരണ നീ വരണ നീ. എല്ലാത്തിനെയും കളിച്ച് ശരിയാക്കുന്നു. അപ്പൊ ഗൈസ് ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഫൈറ്റ് ആയിരുന്നു ഇവള്. ഇപ്പൊ ഞങ്ങള് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോകുന്നു. അതെ അത് നല്ലൊരു ഇതായിരിക്കും. നമുക്ക് ഇൻവിസിബിൾ പ്രാങ്ക് കൊടുക്കാം. സാധാരണ മനുഷ്യരിലല്ലേ നമുക്ക് കണ്ടുവരുന്ന അങ്ങനത്തെ സംഭവം. അപ്പൊ നമുക്ക് ഇസബുവിനെ ഇൻവിസിബിൾ പ്രാങ്ക് കൊടുക്കാം. പക്ഷെ അവള് വഴക്കിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇവളിങ്ങനെ ഇടയ്ക്ക് അവളെ പറ്റിക്കാറുണ്ട്. ഇങ്ങനെ ഇസ എവിടെയായോ ഇസേനെ കാണാനില്ലല്ലോ. അതുവരെ നമുക്കിപ്പോ ചെയ്ത് നോക്കാം ഇൻവിസിബിൾ പ്രാങ്ക്. അത് ഞങ്ങളെ ഒരാളെ ഇങ്ങനെ ഇടക്ക് ചെയ്യോള്. ഇത് എല്ലാരും കൂടെ പറയുമ്പോ എന്താ മൈൻഡ് ചെയ്യാണ്ടിരിക്കാം. കണ്ടോ ഇസേനെ കണ്ടോ? നീയൊക്കെ എന്റെ ക്ഷമേനെ പരീക്ഷിച്ചിട്ട് അടങ്ങൂ. ഞാനൊന്നല്ല കളിക്കണേ. സന്തോഷമായ തൃപ്തിയായോ? ഹോട്ടലിൽ കയറിയാ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.